ഗെയ്സ്, വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. കറൻ്റ് എക്സ്ട്രീം ഫോമിലുള്ള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു ന്യൂസ് തീർച്ചയായും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും അസ്വസ്ഥതയുണ്ടാക്കും. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ISL ഇതുവരെ കേൾക്കാത്ത ഒരു ന്യൂസ്. ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടുന്നു എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് മലയാളികൾക്ക് വിശ്വാസയോഗ്യമായ 24 ന്യൂസ് ചാനൽ വരെ ഇത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ട് നിങ്ങളാരും നിരാശരാവേണ്ടതില്ല. ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയുടെ പിന്നിലുള്ളതാണ്. ഒന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമായി എടുത്ത തീരുമാനം, അല്ലെങ്കിൽ ക്ലബ്ബുകൾ കൂടിയിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനം. നമുക്ക് കാര്യത്തിലേക്ക് വിശദമായി വരാം. അതായത് അടുത്ത സീസൺ ISL ആര് നടത്തും എന്നുള്ളതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഫോറിൻ കമ്പനിയായ ജീനിയസ് അത് ഏറ്റെടുത്തിട്ടുള്ള കാര്യം മാർക്കസ് മെർഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെയായി ISL ക്ലബ്ബുകൾ ഒന്നിച്ച് മറ്റൊരു തീരുമാനവും എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ജീനിയസ് സ്പോർട്സ് കമ്പനി മുന്നോട്ട് വെക്കുന്നത് ഒരു വൻ തുകയ്ക്ക് അടുത്ത സീസണിൽ ISL നടത്താം എന്നതാണ്. എന്നാൽ ഇതിനെതിരെയായി ISL ക്ലബ്ബുകൾ പറയുന്നത്, ഒരു ഫോറിൻ കമ്പനിയേക്കാൾ ഇന്ത്യയിലെ ഫുട്ബോൾ കൾച്ചറിനെ കുറിച്ച് കൂടുതലായി അറിയുന്നത് ISL ക്ലബ്ബുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ കാര്യക്ഷമമായി ലീഗ് നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുമാണ് ISL ക്ലബ്ബുകൾ മുന്നോട്ട് വെക്കുന്ന പ്രതിവാദം. അങ്ങനെ നമ്മൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ISL നടത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത ജീനിയസ് സ്പോർട്സിൻ്റെ കീഴിലായിരിക്കും. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പബ്ലിസിറ്റിയായ കേരള ബ്ലാസ്റ്റേഴ്സ് ISL നിന്ന് പിന്മാറുകയാണെങ്കിൽ ISL സംഭവിക്കാൻ പോകുന്നത് വൻ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ISL അടുത്ത സീസണിൽ ISL ക്ലബ്ബുകളുടെ ഡിമാൻഡിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തേക്കാം. ഇങ്ങനെയുള്ള പല കളികളും ഫുട്ബോളിൽ നടക്കാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജീനിയസ് സ്പോർട്സ് നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ്.